ഹൈ, മാങ്ങ പറിച്ച് തളർന്നിരിക്കുന്ന ഭാഗം മടുത്തു. രാവിലെ മുതൽ തുടങ്ങിയതാ. നമ്മുടെ അടുത്ത സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീസണിൽ മാങ്ങ ഒത്തിരി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. കണ്ടോ, മാങ്ങ കറക്റ്റ് കണ്ണിമാങ്ങ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ മാങ്ങയുടെ കളക്ഷൻ തുടങ്ങി. ഇന്നലെ കുറച്ച് പറിച്ചായിരുന്നു. ഇന്നലെ കൊച്ചും പറിക്കാൻ വന്ന പയ്യനും കൂടിയാണ് പറിച്ചത്. ഇന്നലെ പറിച്ചത് കുറച്ച് ഫൗളായിപ്പോയി. ഫൗളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മരുങ്ങില്ലാത്ത ആളാന്ന് തോന്നുന്നു കൊച്ചു വന്നേക്കണത് പറിക്കാനായിട്ടേ. അപ്പോൾ നമ്മൾ ഒടിക്കാതെ പരമാവധി പറിക്കാൻ നോക്കിച്ചു. ഒത്തിരി നമുക്ക് വേസ്റ്റായിപ്പോയി. ഇന്ന് അത് കുറച്ചും കൂടെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പറിക്കാം. ആ ചേട്ടൻ നന്നായിട്ട് പറിക്കും. കഴിഞ്ഞ പ്രാവശ്യം പറിച്ചുകൊണ്ടിരുന്ന ബാബുചേട്ടനാണ്. അപ്പോൾ പുള്ളി നന്നായിട്ട് പറിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി ഒടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം ആ ചേട്ടന് നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ പുതിയൊരാൾ തപ്പി നടന്നിട്ടാണ് കിട്ടുന്നത്. നമുക്ക് മാങ്ങ പറിക്കാൻ ഇപ്പോൾ ആൾ കുറവാണ്. ആളെ കിട്ടാൻ ഭയങ്കര പാടാണ്. മാങ്ങ പറിക്കാനൊക്കെ മരത്തിൽ കയറാൻ ആളുകൾ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്ത് പോകില്ല. മാങ്ങ പറിക്കാനൊക്കെ ആളെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് മച്ചിപ്ലാവിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വഴി അവൻ വഴി തപ്പി കണ്ടുപിടിച്ച് തന്നതാണ് ഇപ്പോൾ വന്നേക്കണ കൊച്ച്. അപ്പോൾ അവർ മരത്തിലൊക്കെ കയറുന്ന ആളുകളാണ്, പ്ലാമ്പിലെ ഭാഗമൊക്കെ. പക്ഷേ നമ്മളിപ്പോൾ ഇന്നലെ പറിച്ചതിന് ചെറിയൊരു ഫൗള് വന്നു. ഇന്ന് കുഴപ്പമില്ല. എന്നാലും ആദ്യമൊക്കെ കുറേ പോയി. ഒത്തിരി നഷ്ടം വന്നു. എന്ന് വെച്ചാൽ നമ്മൾ മേളിൽ നിന്ന് താഴെ വീഴുമ്പോഴേ പൊട്ടിപ്പോകും. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് നഷ്ടമല്ലേ, പൊട്ടിപ്പോകുന്നതെല്ലാം. നെറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നെറ്റിൽ നിന്ന് തെറിച്ച് താഴോട്ട് ഒത്തിരി പോയിട്ടുണ്ട്. പൊട്ടിപ്പോയത് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല, അത് കൊള്ളത്തില്ല. ഇപ്പോൾ ഇതൊക്കെ ഈ ചാക്കിലാക്കി ഇട്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് തിരിഞ്ഞാട്ടാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരെ ഉപ്പിലിട്ട് വയ്ക്കുന്നു. അടുത്ത സ്റ്റോക്ക് പുതിയത് തുടങ്ങുന്നു. കണ്ണിമാങ്ങ ആവശ്യമുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചോളൂ. അടുത്ത സ്റ്റോക്ക് തുടങ്ങിയിട്ടുണ്ട്. കണ്ണിമാങ്ങ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പല പ്രാവശ്യമായിട്ട് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഫ്രഷായിട്ടുള്ള ഇടുമ്പോൾ നമുക്ക് കാണാം. ഈ വർഷം നമ്മൾ കുറച്ച് കൂടുതൽ നമ്മുടെ ബിസിനസ് വലുതാക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് ബിസിനസ്സൊക്കെ കൂട്ടാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പ്രതീക്ഷയാണ്. എല്ലാം പ്രതീക്ഷകളാണല്ലോ. പിന്നെ അങ്ങനെ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകട്ടെ. കുറച്ച് കൂടുതൽ നമ്മൾ സ്റ്റോക്ക്, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോക്ക് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ സ്റ്റോക്ക് കൂടുതലെടുത്ത് വയ്ക്കണം. കാരണം നമ്മുടെ ബിസിനസ് കുറച്ചും കൂടെ വലുതാക്കാനുള്ള പ്ലാനും പദ്ധതികളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചേക്കട്ടാ. പ്രാർത്ഥന ഒരു വശം, അത് ശരി. പക്ഷേ നമ്മളുടെ ഹാർഡ് വർക്കാണ് മെയിൻ. നമ്മൾ അതിൻ്റെ അകത്ത് മെനക്കെട്ട് അതിൻ്റെ അകത്ത് ഹാർഡ് വർക്ക് ചെയ്ത് അതിനൊക്കെ സമയം കണ്ടെത്തിയാൽ മാത്രമാണ് നമ്മുടെ സംഭവം കൂടുതൽ വൈഡാക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു പ്രശ്നം അതാ, പലപ്പോഴും സമയം ഒരു വലിയ പ്രശ്നമാണ്. സകല വള്ളിക്കെട്ടും പിടിക്കും, തോട്ടിയിട്ട് പിടിച്ചിട്ട് കയ്യിൽ 10 പൈസ ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് തെണ്ടും. അതാണ് ശീലമായിപ്പോയി.